നോൺ റെസിഡന്റിന് നമുക്ക് ഈ റിബേറ്റ് ആപ്ലിക്കബിൾ ആണ്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഈ 12 ലക്ഷം എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ആ ഒരു ലിമിറ്റ് ആക്ച്വലി അതുള്ളത് റെസിഡൻസിന് മാത്രമാണ്. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ 12 ലക്ഷം എന്നുള്ള പരിപാടിയൊന്നും നടക്കുകയൊന്നുമില്ല. അവിടെ എന്ന് പറയുന്നത് 4 ലക്ഷമാണ് അതിൻ്റെ എക്സംഷൻ ലിമിറ്റ് വരുന്നത്. അപ്പോൾ 4 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, വരുമാനം 4 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? NRIs ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതിൻ്റെ ടാക്സ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും അവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം പോലും കിട്ടില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഒരു NRI ആണ്, അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. അദ്ദേഹം ഷെയറുകളൊക്കെ വിറ്റു 1 ലക്ഷം രൂപ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. അപ്പോൾ അങ്ങനത്തെ കേസിൽ 20% ടാക്സ് റേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 ലക്ഷത്തിലേക്കോട്ട് താഴെയാണ്. 1 ലക്ഷം രൂപയാണ് ആകെ ഉള്ള വരുമാനം എന്ന് പറയുന്നത്. അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്, ഷെയർസിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ആ 20%, അപ്പോൾ 20,000 രൂപ അദ്ദേഹം അവിടെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ NRIസിൻ്റെ കേസിൽ ഈ 87 റിബേറ്റ് ഒന്നും, അതായത് ഈ 12 ലക്ഷം എന്ന് പറയുന്ന ലിമിറ്റൊന്നും നടപ്പിലാവില്ല. അദ്ദേഹം 4 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യണം. സാധാരണ വരുമാനങ്ങളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ NRO അക്കൗണ്ടിൽ ഒരു ഇത് കിട്ടുന്നുണ്ട്, NRO അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വാടക വരുമാനം ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വരുമാനമാണെന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ബിസിനസ്സിന് കണ്ടെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വരുമാനമാണെന്നുണ്ടെങ്കിൽ ഈ 4 ലക്ഷം കഴിഞ്ഞു എന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം 5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഈ 4 ലക്ഷം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള 1 ലക്ഷത്തിന് സ്ലാബ് റേറ്റിൽ ടാക്സ് വരും. അതല്ല, ക്യാപിറ്റൽ ഗെയിനുകളുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ റേറ്റിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഫ്രം ദ സ്റ്റാർട്ടിങ് തൊട്ട് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. അവിടെ പ്രത്യേകിച്ച് കിഴിവൊന്നും കിട്ടില്ല.